100-day challenge for FN and SMC trading, day 19. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ റീറ്റെയിൽ ലിക്വിഡിറ്റി എന്നുള്ളതാണ്. നോർമലി ഈ റീറ്റെയിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് മണി ട്രേഡേഴ്സ് നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ റീറ്റെയിൽ ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചാർട്ടിലേക്ക് നോക്കാം. ഈ ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നോർമലി ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റീറ്റെയിൽ ട്രേഡർ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇവിടെ ആയിട്ട് ഒരു സെൽ എൻട്രി പ്ലേസ് ചെയ്യാനും അതിന്റെ താഴോട്ട് മാർക്കറ്റിൽ ടാർഗറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. പക്ഷെ നോർമലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ ഇവര് സെല്ല് ചെയ്യുന്ന സമയത്ത് അഥവാ നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് സെല്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഓർഡേഴ്സ് വരികയും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ബൈ ചെയ്ത് മാർക്കറ്റിനെ അതിന്റെ റിവേഴ്സ് ട്രെൻഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിലൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് ഒരുപാട് എൻട്രീസ് മാർക്കറ്റിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആക്ച്വലി ഇത് മാത്രമല്ല റീറ്റെയിൽ ലിക്വിഡിറ്റി വരുന്നത് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നോർമലി റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള സെൽ എൻട്രീസ് എടുക്കാനും അതായത് മാർക്കറ്റ് അവർ താഴോട്ട് പോകുന്നതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരുപാട് സെൽ എൻട്രീസ് വരും എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ നല്ല രീതിയിലുള്ള ബൈ ചെയ്ത് മാർക്കറ്റിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് നോക്കാം. അതേപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സ് അവിടെ ഒരുപാട് ബൈ ഓർഡേഴ്സ് ആണ് എടുക്കാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ഒരുപാട് സെൽ ഓർഡേഴ്സ് എടുത്തിട്ട് മാർക്കറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനാണ് നോക്കാം. പക്ഷേ ഇതിലൂടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ ബൾക്ക് ക്വാണ്ടിറ്റീസ് അവർ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടാവുക. സോ എന്താണ് ഈ റീറ്റെയിൽ ലിക്വിഡിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കാം. സോ ദാറ്റ്സ് 1 minute. See you tomorrow.